إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികൾ, റമദാനിന് ശേഷവും നമ്മുടെ ചൈതന്യം നിലനിർത്തുന്ന കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് റമദാനിനോട് അനുബന്ധമായി 6 ദിവസം നോമ്പ് നോൽക്കുക. 6 നോമ്പ് എന്നും മലയാളികൾക്കിടയിൽ ഹുർമത്താറ്, എങ്ങനെ പേര് അറിയില്ല, ഹുർമത്താറ് എന്നാണ്, ഹുർമത്തിന്റെ 6 നോമ്പുകൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഹദീസിൽ അങ്ങനെ പ്രയോഗമല്ല. 6 നോമ്പ് എന്ന് പറയാം. സിത്തം മിൻ ശവ്വാൽ, ശവ്വാലിലെ 6 ദിവസത്തെ നോമ്പ്, അതങ്ങനെ തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വാമ റമദാന സുമ്മ അത്ബഅഹു സിത്തം മിൻ ശവ്വാൽ, റമദാനിൽ നോമ്പ് നോൽക്കുകയും പിന്നെ 6 ശവ്വാലിൽ നിന്ന് 6 ദിവസം റമദാനിലെ നോമ്പിനോട് തുടർത്തുകയും ചെയ്താൽ കാനക്ക സുയാമി ദഹിരി, അത് വർഷം മുഴുവൻ നോമ്പ് നോറ്റതുപോലെയായി, കാലം മുഴുവൻ നോമ്പ് നോറ്റതുപോലെയായി എന്നാണ്. ഇത് ഇമാം മുസ്ലിം, അബൂദാവൂദ്, അതുപോലെ തന്നെ തിർമിദി, ഇബ്നു മാജ, ഇബ്നു ഹിബ്ബാൻ, അഹ്മദ്, ഇബ്നു ഹുസൈമ ഇവരൊക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ കാലം മുഴുവൻ നോമ്പ് നോറ്റവനെ പോലെ, എല്ലാ കൊല്ലവും അങ്ങനെ തുറമ്പോ അവൻ കാലം മുഴുവൻ നോമ്പ് നോറ്റവനാണ് എന്ന് പറഞ്ഞാൽ ഇത് ഹദീസിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. വേറെ ഹദീസുകളിൽ റമദാനിൽ ഒരു മാസം നോമ്പ് നോറ്റാൽ 1-ന് 10 നന്മ എന്ന നിലക്ക് 1x10, അപ്പൊ ഒരു മാസം കൊണ്ട് 10 മാസം നോമ്പ് നോറ്റ പ്രതിഫലമായി, ഹസനത്തായി. പിന്നെ 2 മാസം ബാക്കിയുണ്ട് ഒരു വർഷം പൂർത്തിയാകാൻ. അതിന് 6 ദിവസം നോമ്പ് നോറ്റാൽ 6x10 60, 60 നന്നാ 2 മാസം. അപ്പൊ 10 റമദാൻ കൊണ്ട് കിട്ടി, 6 ദിവസത്തെ നോമ്പ് കൊണ്ട് 60ന്റെ ഹസനത്ത് കിട്ടി. അപ്പോ 360ആയി. അതായത് 360 അതിന്റെ അപ്പുറം വരും. 365 10-11 ദിവസം കുറവായിരിക്കും ചന്ദ്രവർഷം അനുസരിച്ച്. ആ കണക്കാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ 36 കൊണ്ട് അതിന്റെ 12 ഇരട്ടി നേടാൻ, 10 ഇരട്ടി നേടാൻ സാധിക്കുന്നു. അപ്പൊ ഒരു വർഷം നോമ്പ് നോറ്റവരെ പോലെയായി. അങ്ങനെ എല്ലാ കൊല്ലം ഒരാൾ ചെയ്താൽ കാലം മുഴുവൻ നോമ്പ് നോറ്റവരെ പോലെയായി. അതാണ് കാനക്ക സുയാമി ദഹർ, കാലം മുഴുവൻ നോമ്പ് നോറ്റതുപോലെയാണ്, കാലം മുഴുവനുള്ള നോമ്പ് പോലെയാകുന്നു ഇത് എങ്ങനെ നോൽക്കണം, അതിന്റെ ശ്രേഷ്ഠതയാണ് ഇവിടെ പറഞ്ഞത്. എങ്ങനെ നോൽക്കണം? അതിൽ ഏറ്റവും നല്ലത് റമദാൻ കഴിഞ്ഞ്, പെരുന്നാൾ കഴിഞ്ഞ് ശവ്വാൽ 2 മുതൽ തുടർച്ചയായ 6 ദിവസങ്ങളിൽ നോൽക്കലാണ് ഏറ്റവും നല്ലത്. ഹദീസിന്റെ തുമ്മ അത്ബഅഹു, റമദാനിനോട് തുടർത്തിയാൽ എന്ന പ്രയോഗമനുസരിച്ച് പണ്ഡിതന്മാർ അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠം, പെരുന്നാൾ പിറ്റേന്ന് നോൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ മാസത്തിലെ ഏതെങ്കിലും 6 ദിവസം തുടർച്ചയായി നോൽക്കുക. അതും തുമ്മ അത്ബഅഹു സിത്തൻ മീൻ ശവ്വാൽ, ശവ്വാലിൽ നിന്നുള്ള 6 ദിവസങ്ങൾ അതിനോട് തുടർത്തിയാൽ, അപ്പോഴൊരു തുടർച്ചയായി നോൽക്കുക എന്നൊരു പ്രയോഗമുണ്ട്. ഒന്ന് റമദാനോട് തുടർത്തലാണ്, പിന്നെ നല്ലത് 6 ദിവസങ്ങൾ തുടർച്ചയായി നോൽക്കലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അനുവദിക്കപ്പെട്ട കാര്യമാണ് ശവ്വാൽ മാസത്തിലെ ഏതെങ്കിലും 6 ദിവസം നോമ്പ് നോൽക്കുക. ഈ ദിവസത്തിനിടക്ക് 2 മുതൽ മാസം തീരുന്നതിനിടക്ക് ഏതെങ്കിലും ദിവസം നോറ്റാൽ മതി. അത് തുടർച്ചയാകണമെന്നില്ല. വിട്ടുവിട്ട ദിവസങ്ങളിൽ എന്നാണോ നമുക്ക് സൗകര്യമുള്ളത് അങ്ങനെയുള്ള ദിവസങ്ങളിൽ. അതിന് പണ്ഡിതന്മാർക്കൊക്കെ ഈ ഹദീസിനെ തെളിവ് സിത്തൻ മിൻ ശവ്വാൽ, ശവ്വാലിൽ നിന്നുള്ള 6 ദിവസം എന്നാ ശവ്വാൽ മാസത്തിലെ ഏതെങ്കിലും 6 ദിവസം നോറ്റാൽ മതി. അപ്പൊ ഇത് 3ഉം അനുവദനീയമാണ്. ഏറ്റവും ശ്രേഷ്ഠമായത് ശവ്വാൽ 2 മുതൽ തുടർച്ചയായ 6 ദിവസങ്ങളിൽ നോൽക്കലാണ്. അതിന് കഴിയാത്തവർക്ക് എങ്ങനെ സാധിക്കുന്നുവോ 3 രീതികളും സ്വീകരിക്കാം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിപ്പോ എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. ഇതിൽ തർക്കമുള്ള ഒരു വിഷയം, റമദാനിൽ നോമ്പ് നോൽക്കുകയും എന്നിട്ട് അതിനെ 6 ദിവസം കൊണ്ട് തുടർത്തുകയും എന്നാണല്ലോ ഹദീസിന്റെ പ്രയോഗം. അപ്പോ ഒരാൾ റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ടു, യാത്രക്കാരോ രോഗിയോ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശുദ്ധിയുടെ ഭാഗമായോ അശുദ്ധിയുടെ ഭാഗമായോ ഒക്കെയുള്ള ഉദിർ കാരണത്താൽ നോമ്പ് നഷ്ടപ്പെട്ട ആളുകൾ റമദാനിൽ മുഴുവൻ നോമ്പ് നോറ്റിട്ടില്ല, ഏതെങ്കിലുമൊക്കെ ദിവസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ട ആളുകൾക്ക് നഷ്ടപ്പെട്ട നോമ്പ് നോറ്റുവീട്ടാതെ ഈ 6 നോമ്പ് നോൽക്കാമോ, പാടില്ലേ? 2 അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ വീക്ഷണം, റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പ് നോൽക്കാതെ ശവ്വാലിലെ 6 നോമ്പ് നോൽക്കാൻ പാടില്ല, അങ്ങനെ നോറ്റാൽ അവന് ഈ പ്രതിഫലം ലഭിക്കുകയില്ല എന്ന വീക്ഷണമാണ്. ഈ വീക്ഷണം ഹംബലി മദ്ഹബിന്റെ 4 മദ്ഹബുകളിൽ ഹംബലി മദ്ഹബിന്റെ വീക്ഷണമാണ്. ഹംബലി മദ്ഹബ് അറിയപ്പെടുന്നത് തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്ന ഇമാം അഹ്മദിലേക്ക് ചേർത്താണ്. എന്നാൽ ഇമാം അഹ്മദിന്റെ തന്നെ ഒരു വീക്ഷണം ഇതിനെതിരാണ്. അങ്ങനെ എങ്ങനെ നോറ്റാലും പറ്റും, റമദാനിലെ കടം നോമ്പ് നോറ്റുവീട്ടാതെ നോറ്റാലും
ഈ പ്രതിഫലം കിട്ടും എന്ന് ഇമാം അഹ്മദിൽ നിന്ന് ഒരു റിപ്പോർട്ടുണ്ട്. അപ്പൊ ഇതാണ് ഒരു നിലപാട്. നോറ്റ് വീട്ടിയതിന് ശേഷമേ 6 നോമ്പ് നോൽക്കാൻ പാടുള്ളൂ. ഇത് ഹംബലി മദ്ഹബിന്റെ വീക്ഷണമാണ്. ഇതേ വീക്ഷണം ആധുനികരായ ചില സലഫി പണ്ഡിതന്മാരും രേഖപ്പെടുത്തി കാണാം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത്, ആരെങ്കിലും കടമുള്ള റമളാനിലെ നോമ്പ് നോറ്റുവീട്ടാതെ 6 നോമ്പ് നോറ്റാൽ അവൻ റമളാനിനോട് 6 നോമ്പിനെ തുടർത്തി എന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം റമളാൻ മുഴുവൻ നോമ്പിട്ടിട്ടില്ല. അപ്പൊ റമളാനിലെ ചില ദിവസങ്ങളോട്, അതായത് നോറ്റ ദിവസം എത്രയാണോ ആ നോറ്റ നോമ്പിനോട് 6 നോമ്പ് നോറ്റു എന്നേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ റമളാനിൽ നോമ്പ് നോൽക്കുകയും അതിനോട് 6 നോമ്പിനെ തുടർത്തുകയും ചെയ്യുക എന്ന ഹദീസിന്റെ പ്രയോഗത്തോട് ഇത് ശരിയാവുകയില്ല. അതുകൊണ്ട് നോറ്റുവീട്ടിയതിന് ശേഷമേ 6 നോമ്പ് നോൽക്കാൻ പാടുള്ളൂ എന്നാണ്. ഇത് മജ്മൂ ഫത്താവ അതിന്റെ 15-ാം വാള്യം 392-ാമത്തെ പേജിലും മറ്റൊരുപാട് സ്ഥലത്തും ഇത് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ആധുനികനായ അതേ കാലഘട്ടത്തിൽ ജീവിച്ച പ്രമുഖനായ ഹദീസ് പണ്ഡിതനും ഖുർആൻ വ്യാഖ്യാതാവും അതുപോലെ തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതനും എല്ലാം കൂടി ഒത്തുചേർന്ന ഒരാളെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ. അദ്ദേഹത്തോട് ഈ വിഷയകമായി ചോദിച്ച ചോദ്യങ്ങളിൽ അദ്ദേഹം നൽകിയ മറുപടി നമുക്ക് കാണാൻ സാധിക്കും. സിയാമു സിത്തത്തി അയ്യാമിൻ ശവ്വാൽ ലാ യുഹ്സബു തവാബുഹ ഇല്ലാ കാനൽ ഇൻസാനു ഇസ്തക്മല ശഹ്റ റമളാൻ. റമളാനിലെ നോമ്പ് പൂർത്തീകരിച്ചതിന് ശേഷമല്ലാതെ ആരെങ്കിലും 6 നോമ്പ് നോറ്റാൽ അവന്റെ ആ പ്രതിഫലം കണക്കാക്കപ്പെടുകയില്ല. അപ്പൊ വളരെ വ്യക്തമായി അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കുള്ള ചില വാചകങ്ങൾ ഞാൻ വായിക്കാം. റമളാനിലെ നോമ്പ് നോറ്റുവിട്ടാതെ ആരെങ്കിലും 6 നോമ്പ് നോറ്റാൽ അവൻ ഈ പറയുന്ന പുണ്യം കിട്ടുകയില്ല. കാരണം അവൻ റമളാനിലെ മുഴുവൻ നോമ്പ് നോറ്റിട്ടില്ല. അപ്പൊ ബാക്കിയുള്ളത് എന്ത് ചെയ്യണം? നോറ്റുകൂട്ടണം. എന്നിട്ട് 6 നോമ്പ് നോൽക്കണം. സും അൽ ഖലാ അവ്വല, നീ ആദ്യം നഷ്ടപ്പെട്ട നോമ്പ് നോറ്റുകൂട്ടുക. സുമ്മ സും സിത്തത അയ്യാമിൻ മിൻ ശവ്വാൽ, അതിനുശേഷം ശവ്വാലിൽ നിന്നുള്ള 6 നോമ്പ് നോൽക്കുക. ഇതാണ് അദ്ദേഹത്തിന്റെ ഫത്വയിലുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളായി പറഞ്ഞത്. ഇത് അദ്ദേഹത്തിന്റെ സൈറ്റിൽ നമുക്ക് നോക്കിയാൽ കാണാൻ കിട്ടും. ഇങ്ങനെ ഒരുപാട് സലഫി ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു വീക്ഷണമാണ്. രണ്ടഭിപ്രായം ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ വീക്ഷണം എന്താ? റമളാനിൽ കടമുള്ള ആളുകൾ, നോമ്പ് കടമുള്ള ആളുകൾ അത് നോറ്റ് വീട്ടാതെ തന്നെ അവർക്ക് 6 നോമ്പ് നോൽക്കാവുന്നതാണ്. 4 മദ്ഹബുകളിൽ 3 പ്രമുഖ മദ്ഹബുകൾ, ഒരു മദ്ഹബ് നേരത്തെ പറഞ്ഞു ഹംബലി മദ്ഹബ്, ബാക്കി ഹനഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ശാഫിഈ മദ്ഹബ്, ഈ 3 മദ്ഹബിന്റെ ആളുകളും പറയുന്നത് നോമ്പിന്റെ കടമുള്ള നോമ്പ് നോറ്റുവീട്ടാതെ തന്നെ ശവ്വാലിലെ 6 നോമ്പ് നോൽക്കാം എന്നാണ്. അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ എങ്ങനെ നോൽക്കാം? ഹനഫി മദ്ഹബിന്റെ ആളുകൾ പറയുന്നു ഒരു കുഴപ്പമില്ല, റമളാനിലെ കടമുള്ള നോമ്പ് നോൽറ്റുവിട്ടാതെ തന്നെ ഒരു ഉപാധിയോടും കൂടിയല്ലാതെ തന്നെ, എന്നാൽ അവന് ഉതിറുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ ഒഴിവാക്കി, എന്നാൽ അത് പൂർത്തിയാക്കാതെ തന്നെ 6 നോമ്പ് അവന് നോറ്റുവീട്ടാം. എന്നാൽ മാലിക്കി ശാഫിഈ മദ്ഹബുകാർ പറയുന്നത് നോറ്റുവീട്ടാം, പക്ഷെ അത് എന്താണ്? കറാഹത്താണ്. നോൽക്കണതിന് കുഴപ്പമില്ല, നോറ്റാൽ കൂലി കിട്ടാതിരിക്കുകയില്ല, പക്ഷെ അത് കറാഹത്തായി കഴിയണം. എന്തുകൊണ്ടാണ് കറാഹത്തായത്? ആദ്യം അവൻ റമളാനിൽ നോറ്റുവീട്ടിയാൽ ആ ബാധ്യത തീർന്നു. എന്നാൽ ഈ 6 നോമ്പ് അവൻ നോറ്റാൽ നോമ്പ് നോറ്റുവീട്ടുക എന്നത് അവന് ഒരു പക്ഷേ പിന്തിപ്പോകാം, പിന്നെ അവന് ശ്രദ്ധക്കുറവോ അല്ലെങ്കിൽ ജോലി തിരക്കോ കൈമാറാം. അങ്ങനെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇത് കറാഹത്താണ് എന്ന് പറയാം, അല്ലെങ്കിൽ കറാഹത്താണ് എന്നതാണ് മാലിക്കി ശാഫിഈ മദ്ഹബുകാരുടെ വീക്ഷണം. രണ്ടായിരുന്നാലും ഈ 3 മദ്ഹബുകാരും പറയുന്നത് റമളാനിലെ നോമ്പ് നോറ്റുവിട്ടാതെ തന്നെ ശവ്വാലിലെ 6 നോമ്പ് നോൽക്കാമെന്നാണ്. അപ്പോ 4 മദ്ഹബിൽ 3 മദ്ഹബിന്റെയും ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും വീക്ഷണം റമളാനിലെ കടമുള്ള നോമ്പ് നോറ്റുവിട്ടാതെ തന്നെ നോൽക്കാം എന്നുള്ളതാണ്. ഇനി ഈ വിഷയത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ സമാന കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള വളരെ പ്രസിദ്ധനായ ഒരു പണ്ഡിതനാണ് ഷെയ്ഖ് മുഖ്ബിൽ അൽ വാദിഈ റഹിമഹുല്ല. യമനിലെ പണ്ഡിതനായിരുന്നു, സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഇതേ വിഷയത്തിൽ ഒരു ചോദ്യം ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടി, ഒരാൾക്ക് റമളാനിലെ ഒരു നോമ്പോ ഒന്നിൽ കൂടുതലോ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അയാൾ ആ നോമ്പ് നോറ്റുവിട്ടാതെ തന്നെ 6 നോമ്പ് നോറ്റാൽ ഫലാ ബഅസ ബിഹാദാ, ഒരു കുഴപ്പമില്ല. എന്തുകൊണ്ട്? ലിഅന്ന വഖ്തൽ ഖളാഇ മുവസ്സഉൻ, റമളാനിലെ നോമ്പ് നോറ്റുവിട്ടാനുള്ള സമയം എന്ന് പറയുന്നത് വിശാലമാകുന്നു. അപ്പൊ അള്ളാഹു വിശാലമാക്കിയ ഒരു സമയത്തെ നമ്മൾ ഞെരുക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ ആദ്യം പറഞ്ഞത് നേരെ എതിരഭിപ്രായമായി. എന്നിട്ട് അദ്ദേഹം പറയുന്നു, റമളാനിൽ ഒരാൾക്ക് നോമ്പ് കടമുണ്ട് എങ്കിൽ അത് ആദ്യം നോറ്റുകൂട്ടിയതിന് ശേഷം ശവ്വാലിലെ 6 നോമ്പ് നോൽക്കലാണ് ഏറ്റവും അഫ്ളൽ. എന്നാൽ അത് മാത്രമേ ചെയ്തുകൂടൂ എന്നില്ല. അതിനിടയ്ക്ക് ഒരു ശ്രേഷ്ഠമായ ദിവസം വന്നു, അതായത് ഈ 6 നോമ്പ് പോലെ ഏതെങ്കിലും ഒരു ശ്രേഷ്ഠമായി നോമ്പ് നിൽക്കാൻ പറ്റിയ ദിവസം. 6 എന്നുള്ളത് ശ്രേഷ്ഠതയുള്ള ദിവസമാണല്ലോ സുന്നത്ത് നോമ്പിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു നോമ്പ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നോമ്പ് അയാൾക്ക് വന്നു. അയ്യാമുൽ ബീദ്, മാസത്തിലെ 13, 14, 15 ദിവസങ്ങൾ, അല്ലെങ്കിൽ തിങ്കൾ വ്യാഴം ദിവസങ്ങൾ, അല്ലെങ്കിൽ അറഫ നോമ്പ്, ഒരു കൊല്ലത്തിനിടക്ക് ഇതൊക്കെ വന്നാൽ, ആശൂറ നോമ്പ്, ഇങ്ങനെയൊക്കെ നോമ്പ് വന്നാൽ
അപ്പൊ ഫർള് നോമ്പ് നോറ്റിട്ടേ ഇത് നോൽക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഈ പറഞ്ഞ സുന്നത്തുകളൊന്നും കിട്ടൂല. അങ്ങനെ ഒരാൾ ഭയപ്പെടുകയാണെങ്കിൽ ഈ കടമുള്ള നോമ്പ് നോറ്റുവീട്ടാതെ തന്നെ ഇത്തരം സുന്നത്തായ നോമ്പുകൾ അയാൾക്ക് നോൽക്കാവുന്നതാണ്. എന്നാൽ ഏറ്റവും നല്ല എന്താ, ആദ്യം തന്നെ കടമുള്ള നോമ്പ് നോറ്റുവീട്ടുക, എന്നിട്ട് അയാൾ ശവ്വാലിലെ നോമ്പ് നോൽക്കുക. അപ്പൊ നോക്കൂ, ഒരാൾക്ക് ഒരു മാസം റമദാനിലെ മുഴുവൻ നോമ്പ് നഷ്ടപ്പെട്ടു വിചാരിക്കുക. അയാൾ ഇതൊക്കെ നോറ്റുവിട്ടെന്നാൽ ശവ്വാൽ മാസം കഴിഞ്ഞു പോകും. അയാൾക്ക് പിന്നെ ജീവിതത്തിൽ അങ്ങനെ നോമ്പന്നെ കിട്ടൂല, ശവ്വാൽ 6 നോമ്പ്. ഇത് 2 ചോദ്യത്തിനുള്ള മറുപടികളിൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലും ശബ്ദത്തിലുമൊക്കെ നമുക്കിത് കേൾക്കാൻ സാധിക്കും. അതിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ന്യായം, ഒന്ന്, ഈ സമയങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. രണ്ടാമത്തെ, നോമ്പ് നോറ്റുവിട്ടാനുള്ള സമയോ അത് ശവ്വാലിൽ തന്നെ നോറ്റുവിട്ടിക്കൊള്ളുന്നില്ല, അടുത്ത ശഅബാന്റെ മുമ്പ് നോറ്റുവിട്ടിയാൽ മതി, ശവ്വാൽ തന്നെ നോറ്റുവിട്ടേണ്ടതില്ല എന്നതാണ്. അപ്പോ ഇതും സലഫി പണ്ഡിതനാണ്, പ്രമുഖനായ പണ്ഡിതനാണ്. ഇപ്പറഞ്ഞതാണ് ഈ വിഷയത്തിൽ കൂടുതൽ ശരിയായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുള്ള ചില കാരണങ്ങൾ, ഒന്ന്, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. റമളാനിൽ നോമ്പ് നഷ്ടപ്പെട്ടാൽ ഞങ്ങൾ അടുത്ത ശഅബാനിലല്ലാതെ നോമ്പ് നോറ്റുവിട്ടാറുണ്ടായിരുന്നില്ല. കാരണം നബി ഞങ്ങളോടൊപ്പമുണ്ട്, നബിയുടെ ഭാര്യമാരായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഒരുപാട് ഹദീസുകളിൽ ആയിഷ റളിയല്ലാഹു അൻഹ സ്വന്തം കാര്യമായി പറയുന്നു. വേറെ ഇബ്നു ഹിബ്ബാനും മറ്റും ഉദ്ധരിച്ച ഹദീസിൽ എല്ലാ ഭാര്യമാരുടെയും പ്രശ്നമായും പറയുന്നു. അപ്പൊ നബിന്റെ ഭാര്യമാർക്ക് റമളാനിൽ സ്ത്രീകൾ എന്ന നിലക്ക് അല്ലെങ്കിൽ രോഗം കൊണ്ടോ മറ്റോ നോമ്പ് നഷ്ടപ്പെടും. ഈ നഷ്ടപ്പെട്ട നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ നോമ്പ് നോറ്റുവീട്ടിയത് തൊട്ട പിറ്റേ മാസമായ ശവ്വാലിലല്ല, അതിന്റെ അടുത്ത മാസവുമല്ല, റമളാനിന്റെ തൊട്ടു മുന്നത്തെ ശഅബാനിൽ മാത്രമേ ഞങ്ങൾ നോറ്റുവിട്ടാറുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നബിന്റെ ഭാര്യമാര് ഇങ്ങനെ മനസ്സിലാക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നബിന്റെ ആയിഷ റളിയല്ലാഹു മാത്രമല്ല, നബിന്റെ ഒരൊറ്റ ഭാര്യമാരും ഒരു സുന്നത്ത് നോമ്പ് നോറ്റിട്ടില്ല എന്ന് പറയേണ്ടി വരും. കാരണം എന്താ? ശവ്വാൽ 6 നോമ്പ് മാത്രമല്ല, തിങ്കൾ വ്യാഴം നോമ്പ് നോൽക്കണം, അറഫ നോമ്പ് അത് നോൽക്കണം, മാസത്തിലെ 3 നോമ്പ്, അയ്യാമുൽ ബീദിന്റെ നോമ്പ്, മുഹറം 10 നോമ്പ്, ഈ നോമ്പൊക്കെ കൊല്ലത്തിനടുക്ക് വരുന്നതാണ്. ഫർള് നോറ്റുവിട്ടിട്ടേ നോൽക്കാൻ പാടുള്ളൂ എങ്കിൽ നബിന്റെ ഭാര്യമാർ ശഅബാനിൽ മാത്രമേ നഷ്ടപ്പെട്ട നോമ്പ് നോറ്റുവിട്ടുകയും ചെയ്തിട്ടുള്ളൂ എന്ന് ഹദീസിൽ നിന്ന് വ്യക്തമാകുമ്പോൾ നബിയുടെ ഒരൊറ്റ ഭാര്യമാരും ഒരു സുന്നത്ത് നോമ്പും നോറ്റിട്ടില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ നബിന്റെ ഭാര്യമാരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റുകയില്ല. പിന്നെ ഹദീസിൽ ഇങ്ങനെ മാത്രമേ പാടുള്ളൂ എന്ന് എവിടെയും വ്യക്തമായി പറഞ്ഞിട്ടില്ല. പിന്നെന്താണ്? നേരത്തെ പറഞ്ഞ ഹദീസിൽ വായിച്ച ഒരു പദത്തെ വ്യാഖ്യാനിക്കുക മാത്രമാണ്. മൻ സാമ റമളാന തുമ്മ അത്ബഅഹു, റമളാനിൽ നോമ്പ് നോൽക്കുകയും എന്നിട്ട് അതിനോട് 6 എണ്ണത്തെ തുടർത്തുകയും ചെയ്താൽ, അപ്പൊ ഒരാൾ റമളാനിൽ മുഴുവൻ നോമ്പ് നോൽക്കാത്ത ഒരാളെ സംബന്ധിച്ച് റമളാനിൽ നോമ്പ് നോറ്റു എന്ന് പറയാൻ പറ്റൂല. അയാൾ റമളാനിൽ കുറച്ചു ദിവസം ഒഴിവാക്കിയിട്ടുണ്ട് എന്നതാണ് ന്യായം. എന്നാൽ അങ്ങനെ ഒരു ന്യായം നബി വിശദീകരിച്ചിട്ടില്ല. അത് പണ്ഡിതന്മാരുടെ കണ്ടെത്തലാണ്. അതിന് എതിരാകുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ പണ്ഡിതന്മാർ നിന്ന് വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, അള്ളാഹു പറഞ്ഞ കാര്യം എന്താ? റമളാനിൽ നോമ്പ് നോൽക്കണം, യാത്രക്കാരനോ രോഗിയോ ആണെങ്കിൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, വേറെ ദിവസങ്ങളിൽ നോറ്റുകൂട്ടിക്കൊള്ളൂ. അപ്പൊ അടുത്ത റമളാൻ വരെ അള്ളാഹ് അവധി അനുവദിച്ചിട്ടുണ്ട്. അള്ളാഹു അനുവദിച്ച ഈ അവധിയെ നമ്മൾ ചുരുക്കി ഫർദ് നോമ്പ് നോറ്റുകൂട്ടിയാലേ സുന്നത്ത് നോൽക്കാൻ പാടുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ശവ്വാലേത് മാത്രമല്ല, വേറെ പല സുന്നത്തുകളും പലർക്കും നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഒരു കാര്യം നേർക്ക് നേരെ വ്യാഖ്യാനത്തിന് പഴുതില്ലാത്ത വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്നതാണ്. പിന്നെ പറയുന്ന ഒരു ന്യായം എന്താണ്? ഫർളാണ് ആദ്യം നിർവഹിക്കേണ്ടത്, പിന്നെയാണ് സുന്നത്ത്. ഇതും സാധാരണ പറയുന്നതാണ്. ഇവിടെ റമളാനിലെ നോമ്പ് ബാക്കിയുണ്ട്, അത് ഫർളാണ്. ഫർള് വീട്ടിയിട്ടേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? സുന്നത്ത് നോൽക്കാൻ പാടുള്ളൂ. എന്നാൽ നബിന്റെ ഹദീസിൽ ഇതിനെതിരായ ഒരു കാര്യം കാണാം. ഇമാം മുസ്ലിം മറ്റൊരുപാട് പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഹദീസ്, ദീർഘമായ ഹദീസാണ്. ഒരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഹാബികളായ ചില ആളുകളുണ്ട്. യാത്ര നീണ്ടു, രാത്രിയിൽ വീണ്ടും യാത്ര തുടരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഉറങ്ങി 2 ഭാഗത്തേക്കും ചെരിഞ്ഞ് ആടിപ്പോകുന്നു. ആ ആടിപ്പോകുന്ന ഘട്ടത്തിൽ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ താങ്ങി നിർത്തുന്നു. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഹദീസിൽ കാണാം. അങ്ങനെ ഒരു സ്ഥലത്തെത്തി അവിടെ യാത്ര അവസാനിപ്പിച്ച് വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങി ഉറങ്ങാൻ തീരുമാനിച്ചു. രാത്രി കുറെ പിന്നിട്ടപ്പോ ഉറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നമ്മുടെ നമസ്കാരത്തെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ സുബഹിന്റെ നമസ്കാരം നഷ്ടപ്പെട്ടു പോകരുത്. അങ്ങനെ കിടന്നുറങ്ങി. വൈകി ഉറങ്ങി, യാത്രാക്ഷീണം എല്ലാം ആയതുകൊണ്ട് എല്ലാവരും ഉറങ്ങി. ആരും ഉണർന്നില്ല. ആദ്യം ഉണർന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഉമർ ഖത്താബ് അടക്കം ആ കൂട്ടത്തിലുണ്ട്. വേറെ ചില റിപ്പോർട്ട് കാണാം. എല്ലാരും ഉറങ്ങിപ്പോയി. നബി തന്നെ ഉണർന്നതപ്പോ സൂര്യൻ ഉദിച്ചു എന്ന് മാത്രമല്ല, ഉദിച്ചുയർന്ന് പൊങ്ങിയപ്പോൾ ആണ്. നബിയുടെ മുതുകിൽ, നബിയുടെ പുറത്ത് വെയിൽ തട്ടി. ഇതൊക്കെ ഹദീസിലുണ്ട്. അപ്പോൾ ഉണർന്നപ്പോൾ നബി പറഞ്ഞു, കുറച്ചുകൂടി അങ്ങോട്ട് പോകും. അതിനും അവിടെ കാരണം പറഞ്ഞു കാണാം, ഇവിടെ നിസ്കരിക്കേണ്ട, ഇവിടുത്തെ ശൈത്താന്റെ ഉപദ്രവം ഉണ്ടായ സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും സുബ്ഹ് സമയം തെറ്റുമാറ് ഉറക്കിയത് ആരാണ്? ശൈത്താനാണ്.
ശൈത്താന്റെ ഉപദ്രവമേറ്റ ഈ സ്ഥലത്തിന് നമസ്കരിക്കേണ്ടതിൽ അല്പം കൂടി മുന്നോട്ട് സഞ്ചരിക്കൂ. വീണ്ടും സഞ്ചരിച്ച് അവിടുന്ന് ഒളു എടുത്തിട്ട് ആ സ്ഥലത്ത് നിന്നാണ്, അതായത് രണ്ടാമതൊരു സ്ഥലത്ത് നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നമസ്കാരം നിർവഹിക്കുന്നത്. അവിടെ ബിലാലിനോട് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു, ബാങ്ക് കൊടുത്തു. നേരം വൈകിട്ടും ബാങ്ക് ഒഴിവാക്കിയില്ല, ബാങ്ക് കൊടുത്തു. എന്നിട്ട് തുമ്മ ഫസല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റകഅത്തൈൻ, നബി 2 റകഅത്ത് നമസ്കരിച്ചു. തുമ്മ സല്ലൽ ഗദാത, പിന്നെ സുബ്ഹ് നമസ്കാരം നിർവഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും എന്താണോ ചെയ്യുന്നത് അങ്ങനെ ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന തത്വം അനുസരിച്ച് നഷ്ടപ്പെട്ട ഫർളാണ് ആദ്യം ചെയ്യേണ്ടത്, അവിടെ പിന്നെ സുന്നത്ത് ചെയ്യാൻ പാടില്ല, ഫർള് ചെയ്തിട്ടേ സുന്നത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന തത്വം അപ്പടി എല്ലായിടത്തും പ്രാവർത്തികമാക്കാൻ അത് ആക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ട്. പറ്റുന്നൊരു കാര്യമാണെങ്കിൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്യേണ്ടത്? ഫർള് നമസ്കാരം കടണ്ട്. അപ്പോ ഫർള് നമസ്കരിച്ചിട്ട് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? സുബ്ഹിന് 2 റകഅത്ത് നമസ്കരിക്കേണ്ടത്. അങ്ങനെ ചെയ്യാം, അതിന് കുഴപ്പമില്ല, നേരത്തെ നമസ്കരിക്കാൻ സമയം കിട്ടാത്ത ഒരാൾക്ക്. പക്ഷെ ഇവിടെ നബി എന്ത് ചെയ്തു? സുബ്ഹിന്റെ നമസ്കാരം എന്ന ഫർള് നിർവഹിക്കാതെ തന്നെ സമയം തെറ്റി സൂര്യൻ ഉദിച്ച് വെയിലും ചൂടായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം 2 റകഅത്ത് സുബ്ഹിന്റെ സുന്നത്ത് നമസ്കരിച്ചതിന് ശേഷമാണ് സുബ്ഹിന്റെ 2 റകഅത്ത് നമസ്കരിക്കുന്നത്. അപ്പൊ സുബ്ഹ് കടമുണ്ടായിരിക്കെ നബി സുബ്ഹിന്റെ സുന്നത്ത് നമസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ അല്ലാതെ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. നേരെ മറിച്ച് ചില സമയത്ത് രണ്ടും കൂടി ഏറ്റുമുട്ടുകയാണ്. ഫർളിന് അങ്ങോട്ടിനി വേറെ സമയമല്ല, അപ്പൊ ഒരു സുന്നത്തുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ഫർള് നിസ്കരിക്കണം. ഇപ്പൊ പള്ളിയിൽ കിട്ടി, ജമാഅത്ത് നടക്കുന്നുണ്ട്, അത് ഫർളാണ്. തഹയ്യത്ത് നിസ്കരിക്കണം, അതൊരു സുന്നത്താണ്. അല്ലെങ്കിൽ ഫർളിന്റെ മുമ്പുള്ള 2 റകഅത്ത് റവാത്തിബ് സുന്നത്തുണ്ട്, അപ്പൊ അവിടെ സുന്നത്തുണ്ട്, ഇവിടെ ഒരു ഫർള് നടന്നുകൊടുക്കണുണ്ട് എങ്കിൽ അയാൾ എന്ത് ചെയ്യണം? സുന്നത്തില്ലാതെ അവിടെ സുന്നത്ത് ഒഴിവാക്കുക, ഫർള് കൂടുക. ബുഖാരി എന്നെ ഉദ്ധരിച്ച ഹദീസ് കാണാം. പിന്നെ ഇദാ ഉഖീമത്തി സ്വലാത്തു ഫലാ സ്വലാത്ത ഇല്ലൽ മക്തൂബ, ഇഖാമത്ത് കൊടുത്താൽ മക്തൂബത്തായ നിർബന്ധമാക്കപ്പെട്ട നമസ്കാരമല്ലാതെ വേറൊരു നമസ്കാരമില്ല. അപ്പൊ നമ്മൾ സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുക, അല്ലെ തഹയ്യത്ത് നിസ്കരിക്കാൻ, അപ്പൊ അവിടെ ഇഖാമത്ത് കൊടുത്തു നമസ്കാരം തുടങ്ങി. എന്താ ചെയ്യേണ്ടത്? നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സുന്നത്ത് പൂർത്തിയാക്കണോ? നിർബന്ധമായ ഫർളിലും ജമാഅത്തും നിർബന്ധമാണ്, അതിൽ കൂടണോ? പല ആൾക്കാരും ആ സുന്നത്ത് പൂർത്തിയാക്കും എന്നിട്ട് ജമാഅത്ത് കൂടും. അവിടെ നബി പഠിപ്പിക്കുന്ന ബുഖാരി തെറ്റ ഹദീസാണ്. ഇഖാമത്ത് കൊടുത്താൽ ഫർളല്ലാത്തൊരു നമസ്കാരമില്ല. അപ്പൊ എവിടെ എത്തിയോ അവിടെ അവസാനിപ്പിക്കുക. സലാം കിട്ടേണ്ട കാര്യമല്ല. അത്തയ്യാത്തിൽ എത്തിയില്ലെങ്കിൽ എവിടെ എത്തിയോ അവിടെ നിർത്തിനേറ്റ് ഊരുക. തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി തന്നെ ഇമാമിന്റെ ഒപ്പം ചേരുക. ഇതാണ് ആ ഹദീസ് അനുസരിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഇനി സലാം വീട്ടാൻ നേരത്താണെങ്കിൽ സലാം വീട്ടിട്ട് വന്നാൽ മതി, അയാൾക്ക് ആദ്യം കിട്ടുമെങ്കിൽ. തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി ഇമാമിനെ ചേരലാണ് ഏറ്റവും ശ്രേഷ്ഠം. അപ്പോ അത്തരം ഘട്ടത്തിൽ അവിടെ സുന്നത്തും ഫർളും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമ്പോൾ സുന്നത്തിനെ മാറ്റിവെക്കുകയും ഫർളിനെ സ്വീകരിക്കുകയും ചെയ്യാം. ഇവിടെ ഒരു പ്രശ്നം വരുന്നില്ല. സുന്നത്ത് ഫർള് നോറ്റുവിട്ടാൻ അടുത്ത റമദാൻ വരെ അള്ളാഹു അനുവദിച്ച സമയമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറഞ്ഞ രണ്ടാമത്തെ വീക്ഷണമാണ് ശരി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയമാണ്, ശനിയാഴ്ച സുന്നത്ത് നോമ്പ് നോൽക്കാൻ പാടുണ്ടോ? വലിയ വിവാദമാണ് നമ്മുടെ നാട്ടിൽ. അത് വലിയ വിവാദവും ഏറ്റുമുട്ടലുമായി നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്, ശനിയാഴ്ച നോമ്പ് നോൽക്കരുത്. പക്ഷേ അതിനേക്കാൾ പ്രബലമായ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശനിയാഴ്ച നോമ്പ് നോൽക്കാമെന്നാണ്. നബിന്റെ ഭാര്യമാരിൽ ഒരാൾ വെള്ളിയാഴ്ച നോമ്പുറ്റു. വെള്ളിയാഴ്ച പ്രത്യേകമായി നോമ്പൊൽക്കാൻ പാടില്ല, അത് നബി വിലക്കിയ കാര്യമാണ്. അപ്പോ നബി ഭാര്യയോട് ചോദിച്ചു, നീ ഇന്നലെ നോമ്പൂറ്റിരുന്നോ? അതായത് വ്യാഴാഴ്ച. ഇല്ല. നാളെ നോൽക്കുമോ? നാളേതാ? ശനി. നാളെ നോൽക്കുമോ? ഇല്ല. എങ്കിൽ നീ നോമ്പ് മുറിക്കുക. ഒന്നുകിൽ ഇന്നലെ, ഒന്നുകിൽ നാളെ. അങ്ങനെ ഒരു വാല് തല വേണം. ഇതില്ലാതെ വെള്ളിയാഴ്ച മാത്രം ഒരു നോമ്പില്ല. നബിന്റെ ഭാര്യ നോമ്പ് മുറിച്ചു. ഇവിടെ ഈ ചോദ്യത്തിൽ നിന്ന് രണ്ടാമത്തെ ചോദ്യം എന്താ? നാളെ നോൽക്കുമോ? നാളെ തന്നെ ഏതാ? ശനി. അപ്പൊ ശനിയാഴ്ച നോൽക്കുമെങ്കിൽ വെള്ളിയാഴ്ച നോൽക്കാം, ശനി നോൽക്കുകയില്ലെങ്കിൽ വെള്ളിയാഴ്ച നോൽക്കാൻ പാടില്ല. അപ്പോ നാളെ എന്ന് പറഞ്ഞാൽ ശനിയാണ്. അപ്പൊ ശനിയാഴ്ച സുന്നത്ത് നോമ്പ് നോൽക്കാൻ പാടില്ലെങ്കിൽ നബി ഭാര്യയോട് നാളെ നീ നോൽക്കുമോ എന്ന് ചോദിക്കുകയില്ല. ഇത് ബുഖാരി മുസ്ലിം അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കപ്പെട്ട ശനിയാഴ്ച നോൽക്കാൻ പാടില്ല എന്ന് പറയുന്ന ഹദീസിനേക്കാൾ പ്രബലമായ ഹദീസാണ്. അപ്പോ ഏറ്റവും പ്രബലമായ ഹദീസിന് എതിരായി മാറി ശനിയാഴ്ച നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന ഹദീസ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ആ ഹദീസ് പറയുന്നുണ്ട് അങ്ങനെ നോമ്പ് നോറ്റാൽ ഒരു മുന്തിരി വള്ളിയുടെ വേരോ അതിന്റെ ഒരു കൊള്ളിയോ എന്തെങ്കിലും കിട്ടിയാൽ അത് ചവച്ചിട്ടെങ്കിലും നോമ്പ് മുറിക്കണം എന്ന്. ഇത് ഇസ്ലാമിന്റെ തത്വത്തിനെതിരാണ്. കാരണം എന്താ? നോമ്പ് മുറിക്കാൻ ഒരാളൊന്നും തിന്നുകയും കുടിക്കുകയും ഒന്നും ചെയ്യേണ്ട കാര്യമല്ല. നിന്നിടത്ത് നോമ്പ് മുറിയും. എങ്ങനെ? ഞാൻ നോമ്പ് ഒഴിവാക്കുന്നു എന്നാൽ വിചാരിച്ചാൽ മതി. അപ്പൊ പിന്നെ അയാളോട് എന്തിനാണ് എന്തെങ്കിലും ഒരു കോല് എടുത്തിട്ടെങ്കിലും കടിച്ചത് വേറൊന്നും കിട്ടിയില്ലെങ്കിൽ അത് കടിച്ച് നോമ്പ് മുറിക്കുന്നത്? അത് ഇസ്ലാം പഠിപ്പിച്ച തത്വത്തിന്, നോമ്പ് മുറിയാനുള്ള കാരണങ്ങളുടെ തത്വത്തിന് എതിരാകുന്നു ഈ വശം. അപ്പൊ അത് ആശയപരമായും ഇങ്ങനെ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടും എതിരാണ്. അതുകൊണ്ട് ശനിയാഴ്ച നോമ്പ് നോൽക്കുന്നത്
നോൽക്കുന്നതിന് ശനിയാഴ്ച എന്ന നിലക്ക് പ്രത്യേകമായി നോമ്പൊൽക്കാൻ പാടില്ല. മറിച്ച് ഒരാൾ ഒന്നര വിട്ട് നോമ്പ് വെച്ച് വരുന്നു, അപ്പൊ വെള്ളിയാഴ്ച നോമ്പൊറ്റില്ല, പിറ്റേ ദിവസം ശനിയാഴ്ചയാണ്, പിന്നെ ഞായറാഴ്ച. അപ്പൊ ആളെ ക്രമമനുസരിച്ച് ശനിയാഴ്ച നോമ്പൊൽക്കേണ്ട ദിവസമാണ്, അയാൾക്ക് നോൽക്കാം. ശനിയാഴ്ച ഈ 6 നോമ്പിൽപ്പെട്ട ദിവസമോ അറഫാ നോമ്പോ ആശൂറ നോമ്പോ 13, 14, 15 ദിവസങ്ങളിലെ നോമ്പോ ഇങ്ങനെ ഏതെങ്കിലും സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു സുന്നത്തായ നോമ്പ് ശനിയാഴ്ച വരുന്നുവെങ്കിൽ ശനിയാഴ്ച ആയിപ്പോയി എന്നതുകൊണ്ട് ഒഴിവാക്കേണ്ടതില്ല, മറിച്ച് അയാൾക്കത് നോൽക്കാം, ഒരു വിലക്കുമില്ല എന്നാണ് ഒരുപാട് പണ്ഡിതന്മാർ അതിനെ വിശകലനം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുകയും അവനെ മറക്കാതെ ജീവിക്കുകയും ചെയ്യേണ്ടവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.